നമ്മൾ ആമയിഴഞ്ചാൻ തോട് വഴി ഒരു സൈഡിൽ കൂടെ ഒരു റൈഡാണ്. നമുക്കിവിടെ നിന്ന് ആമയിഴഞ്ചാൻ തോടിൻ്റെ സൈഡ് വഴി നമ്മളവിടെ അരീക്കുഴി എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞാനവിടെ കൊച്ചുനാളിലേക്ക് കുളിക്കാൻ പോകും. പാറയേറി ഇടുക്കിലൊരു കുഴിയാണ്. നമുക്കതൊന്ന് നോക്കാൻ പോയി. ഇനി നമ്മളിപ്പോൾ കാണാൻ പോണ ആമയിഴഞ്ചാൻ തോടാണ്. ഇതാണ് ആമയിഴഞ്ചാൻ തോട്. ഇതാണ് ആമയിഴഞ്ചാൻ തോടിൻ്റെ ഒരു സൈഡിൽ കൂടെയുള്ള ഒരു വഴിയാണ്. എല്ലായിടത്തും ചവിട്ടി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാറുമ്പോൾ ഇവിടെയൊക്കെ ഇപ്പം ഒരുപാട് പോത്തുകളായി വയലിലൊക്കെ കൊണ്ട് കെട്ടുന്നുണ്ട്. ഓടി ഇവിടെ ഒരു അണക്കെട്ട് കൊണ്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വന്ന് കുളിക്കുമായിരുന്നു. ഇപ്പോൾ അതില്ല. എന്തായാലും നമുക്ക് ഈ വഴി കൂടെ പോയി നോക്കാം. നമുക്ക് അരുവിക്കുഴിയിലോട്ട്. പക്ഷേ ഇതുവഴി സൈക്കിള് കൊണ്ടുപോകാൻ ഇത്തിരി പാടാണ്. നമുക്ക് ഇതുവഴി നോക്കാം, അവിടെ പോകാൻ പറ്റും. പക്ഷെ മെയിൻ റോഡുണ്ട്. നമ്മളൊക്കെ കൊച്ചുനാളിലെ ഇതുവഴിയാണ്. ഇവിടെ നമ്മളൊരു മഹാവിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ഒരു അമ്പലമുണ്ട്. അത് ഇതുവഴിയാണ് നമ്മൾ
പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പോണത്. ഇപ്പോൾ ഇതുവഴി പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. വഴി ആളിൽ നടന്ന് പോയിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതുവഴിയൊക്കെ ആളിൽ നടന്ന് പോയിട്ടുണ്ട്. ഇങ്ങോട്ട് പോവാൻ പറ്റുമോ? അത്രയും ബില്ലൊക്കെ കേൾക്കണം. ഇത് യഥാർത്ഥം പറഞ്ഞാൽ ഇവിടെ ഇതിൽ കൂടെ സൈഡിൽ കൂടെ വഴിയുള്ളതാണ്. ഇപ്പോൾ ഒന്ന് റെഡിയായി എത്തിയിട്ടുണ്ട്. അരിക്കുഴി ഒരു കമ്പ് ഒടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ കുഴിയെ കാണിച്ചു തരായിരുന്നേ. ഇപ്പോൾ ഇരിഞ്ഞിരിക്കും. ഇതാണ് അരുവിക്കുഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ളത്. ബലിതർപ്പണമുണ്ട് ഇവിടെ. എല്ലാ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി റെസിപ്റ്റ് എടുത്താൽ നമുക്ക് ബലിതർപ്പണമുണ്ട്. പണ്ടൊന്നും ഇവിടെ ഇങ്ങനെ പണ്ടേ ഇവിടെ നവഗ്രഹങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ട്. എൻ്റെ കൊച്ചുനാളിൽ നമ്മളിവിടെ കുളിക്കാൻ വരുമ്പോഴേ ഇവിടം വരെ ഈ നവഗ്രഹ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഇവിടെ ഇത്രയും ഡെയിലി ബലിയൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ നമ്മളെ കർക്കിടക സമയത്ത് ഭയങ്കര ആളാണ്. അങ്ങോട്ട് കടക്കാൻ പറ്റുമോ നോക്കും. ഇവിടെ എല്ലാം അടച്ചു കാണും. ഷൂ ഇട്ടേക്കുന്നുണ്ട്, അതിനകത്ത് കടക്കാനും പറ്റത്തില്ല. അതിൻ്റെ അപ്പുറത്തൂടെ വഴിയുണ്ട്. അപ്പുറത്തെ വഴിയിൽ ഇറങ്ങാൻ പറ്റും നോക്കാം. ഇവിടെ വന്ന് കയറാം. ഇവിടെയാണ് ബലി നടക്കുന്നത്. ഇത് കേരളാവിത്തരം മഹാവിഷ്ണു കോവിലിൻ്റെ കീഴിലുള്ള ഒരു നവഗ്രഹ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ്. നമുക്ക് ഇവിടുത്തെ കുഴി ഉണ്ടോയെന്നൊക്കെ നോക്കാം. നമുക്ക് ആ അരുവിക്കുഴി ഇപ്പോഴും ഉണ്ടോയെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു കമ്പ് എടുത്താലേ അറിയാൻ പറ്റും. നമുക്ക് കമ്പ് എടുത്തിട്ട് നമുക്ക് നോക്കാം ആ കുഴി ഉണ്ടോയെന്ന്. ഇപ്പോഴും കൊച്ചുനാളിൽ നമ്മൾ വന്ന് കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ആ കുഴി ഇപ്പോഴും ഉണ്ടോയെന്ന് നോക്കാം.
അല്ല ഇപ്പോഴാ കുഴിയുണ്ടോ? നമുക്ക് കൊച്ചുനാളിൽ നമ്മളിവിടെ വന്ന് കുളിച്ചുകൊണ്ടിരുന്നതിന് ആ കുഴി ഇപ്പോഴും ഉണ്ടാകുന്നു നോക്കാം. ഇവിടെയാണ് ആ കുഴി. ഈ കുഴി ഇവിടെ അല്ലായിരുന്നു. ഇവിടെ ഇരുന്ന ആ കുഴിയായിരുന്നു. പക്ഷെ ഇപ്പം കുഴി കാണാനില്ല. ഇവിടെ അത്രയും മണ്ണൊക്കെ ഇപ്പം ഇത്രയും താഴെ ഉള്ളൂ. പക്ഷെ ഇവിടെ ആ കുഴി ഉണ്ടായിരുന്നു പണ്ട്. നമ്മൾ ആ പണ്ടത്തെ കുഴി ഉണ്ടായിരുന്ന ഇവിടെയല്ലേ? അതിനകത്ത് കല്ല് വീണാണ്. എവിടെ? ഇവിടെയാണോ? ഇത് ഇത് തന്നെ. ഓ ആ കല്ല് കിടക്കണോണ്ടാണ് ഇറങ്ങാത്തല്ലേ? കല്ല് കിടക്കണോണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇറങ്ങി കുളിച്ചിട്ടുള്ളതാണ് പണ്ട്. ഇനി ആ കല്ല് എങ്ങാനും എടുത്തിരുന്നെങ്കിൽ കുളിക്കായിരുന്നു. ഇതാണ് ആ അരിക്കുഴി. ഇവിടെ നമുക്ക് ബലിയിടാനൊക്കെ നല്ല സൗകര്യമുണ്ട്. വന്ന് കുളിക്കാനും നല്ല മുങ്ങി കുളിക്കാനും നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. ഇതാണ് വലിയൊരു 50-60 വലിയൊരു വരും. 50 കുറവ് ഇല്ല, 50 വരും. ഇത് യഥാർത്ഥം പറഞ്ഞാൽ ഇതിപ്പം ബലിയിടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ വന്ന് നമ്മൾ കോവിലുമായിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ രസീതൊക്കെ എഴുതി എല്ലാം റെഡിയാക്കാതെ പറ്റും. ഇവിടെ തന്നെ എല്ലാം രസീത് ഉണ്ട്. ഇവിടെ ഇപ്പോൾ എത്ര മണിക്ക് നമ്മൾ തുടങ്ങും? യഥാർത്ഥം 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക്. 6 മണി തൊട്ട് 6 മണി തൊട്ട് എത്ര മണി? 9 മണി വരെ. എല്ലാ ദിവസവും രാവിലെ? എല്ലാ ദിവസവും രാവിലെ 6 മണി തൊട്ട് 9 മണി വരെ. ഇത് ഇപ്പം നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ അല്ലേ ഇത്? ദേവസ്വം ബോർഡ്. അപ്പം നമുക്ക് ബലിയിടാൻ വേണ്ടി അവിടെ ക്ഷേത്രത്തിൽ പോയി രസീത് ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി തൊഴുത് പ്രസാദം വാങ്ങിക്കും. ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ തന്നെ ചെയ്യും. തിലഹോമമൊക്കെ ഇവിടെ തന്നെ ചെയ്യും. തിലഹോമം ഇവിടെ ഉണ്ട്. എല്ലാ ദേവസ്വം ബോർഡിന്റെ എല്ലാ ചടങ്ങും കൃത്യമായിട്ടും തിരുവല്ലത്ത് അതേ മാതൃകയിലാണ്. അതേപോലെ തിരുവല്ലത്ത് അതേപോലെ അവിടെ ഒരുപാട് ടൈം എടുത്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. കർക്കിടക മാസത്തിലും ഭയങ്കര അല്ല കർക്കിടക മാസത്തിലെ കർക്കിടകത്തിലെ ബലി വരുന്നുണ്ട്. കർത്താവിനെ ഇവിടെ നല്ല ആള് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് നമുക്ക് കുളിക്കാനും ഇതിനെ വന്ന് മുങ്ങാനും ഒക്കെ ഉള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. അവിടെ ഇതിനകത്ത് കുളമുണ്ട്, ഇവിടെ കടമുണ്ട്. അതുകൊണ്ട് അതൊരു സൗകര്യമാണ്. ഒഴുക്കി വിടണമെന്നാണ് അതിൻ്റെ ഒരു 16 കഴിയുമ്പോഴത്തേക്ക് ഒഴുക്കി. ഇത് ഒഴുക്കിയാണ് വിടുന്നത്. അവിടെ ഒഴുക്കി അവിടെ അത്ര മാലിന്യമായിട്ട് കിടക്കുന്നല്ലേ? ഇവിടെ എപ്പോഴും ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മളെ അരിക്കുഴി എന്ന് പറയും. നമ്മൾ ഈ വഴിയാണ് പണ്ട് നടന്ന് കോവിലൊക്കെ പോകുന്നത്. അന്ന് ഇതേപോലെ ഇത്രയും ബലിതർപ്പണം ഞാൻ അവിടെ കണ്ടിട്ടില്ലായിരുന്നു അന്ന്. ഇപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഡെയിലി ഇവിടെ വന്നാൽ ഇവിടെ ബലിയിടാമെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളാദിത്യപുരത്താണ്. മണ്ണന്തല കേരളാദിത്യപുരം, പൗടിക്കണം കേരളാദിത്യപുരം. ഇവിടെയാണ് മഹാവിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്. അവിടെയാണ് ഈ അരിക്കുഴി എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.